സ്പീക്കർ എം ഷംസീറിന്റെ തിരക്കഥയിൽ ഒരുങ്ങി മന്ത്രി വീണ ജോർജ് അതിമനോഹരമായി അഭിനയിച്ച ആ സിനിമ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? KSUവിന്റെ ജില്ലാ നേതാക്കൾ ഈ 2 ആഴ്ച ജയിലിൽ കിടന്നത് മന്ത്രിയുടെ ഗവൺമെന്റ് നൽകിയ കള്ളപ്പരാതിയുടെ പുറത്താണോ? ഒരു തരത്തിലും മന്ത്രിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് മന്ത്രിയെ അന്ന് രക്ഷിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ മൊഴിയിലും. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒപ്പം തന്നെ മന്ത്രിയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലെ വൂണ്ട് സർട്ടിഫിക്കറ്റിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ്. ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ തലശ്ശേരി സെഷൻസ് കോടതി ഈ പ്രതികൾക്ക് ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റിയല്ലേ? അതായത് ഒരു തരത്തിലും മന്ത്രിയെ ആയുധം കൊണ്ട് ആക്രമിച്ചിട്ടില്ല. ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം വധശ്രമം ചുമത്തിയതാണ്. വലിയ വിവരമൊന്നുമില്ല, എന്നാലും ചോദിക്കാം, ഇതൊക്കെ കോളേജിലേക്കോ? അതിനാധാരമായി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. ഇനി എന്റെ സ്വഭാവം മാറും കേട്ടാ. ഈ പരട്ട സ്വഭാവം മാറാൻ വേണ്ടിട്ട് തന്നെ സ്പോട്ടിൽ വെച്ച് തന്നെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ വെച്ച് ഇവരുടെ കയ്യിൽ ആരുടെ കയ്യിലും ആയുധം ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. പുറത്തു വന്നിരിക്കുന്ന മുഴുവൻ വീഡിയോ ദൃശ്യങ്ങളിലും ആയുധം ഉപയോഗിക്കുന്നതായില്ല. നീ ഒന്നും പണയണ്ട. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. അതിൽ ആയുധമുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം? സ്റ്റേഷനിലെയും റെയിൽവേ പോലീസിലെയും പോലീസുകാരുടെ മൊഴിയെടുക്കുന്നു. അവർ ആയുധം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പിയാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചൊണയില്ല. ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്തതായി ഈ രേഖകളിൽ എവിടെയും പറയുന്നില്ല. ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തലകളാനാവില്ല.